ഇന്ന് ഓണമാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു വൺ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ഈ പണപ്പൂക്കളത്തിൽ എത്ര രൂപയുണ്ട്? സിമ്പിൾ ചോദ്യമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയുണ്ട് എന്ന്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ആഴ്ച നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ 2000 സബ്സ്ക്രൈബർ ആവുകയാണെങ്കിൽ അവർക്ക് ആ പണപ്പൂക്കളം ഞാനങ്ങ് കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, ഏകദേശം അത്രയും രൂപ ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മുടെ ഈ ചാനലിൽ അടുത്ത ആഴ്ച 2000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സാധാരണ പോലെ 1000 രൂപ കൊടുക്കുന്നതാണ്. ഇതാണ് അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യം. കേരളത്തിൽ ഇന്നേ വരെ ആരും ചെയ്യാത്ത ഓണത്തിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പണപ്പൂക്കളം. ഇത്രയും പൈസ, ഏകദേശം 5000-ലധികം പൈസ വെച്ചിട്ട് നമ്മളൊരു പൂക്കളം നിർമ്മിക്കാൻ പോവുകയാണ് ഇതിൽ. എന്നിട്ട് എത്രയുണ്ടെന്ന് പറയുകയാണെങ്കിൽ വാരി കൊണ്ടുപോകാം ആ മൊത്തം പൈസയും. ഏകദേശം ഒരു 3/4 ഭാഗം ശരിയാക്കിയിട്ടുണ്ട്. ഏകദേശം നല്ല ഡിസൈനിലൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കി ഡിസൈനിലേക്ക് കിടക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറുകളോളം എടുത്തിട്ടാണ് നമ്മളിപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പം നമ്മൾ 100 വെച്ചു. 100 വേറെ ഒരു ഡിസൈനിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ തുട്ടുകളായി ഇങ്ങനെ വെച്ചു. ഒന്ന് വൃത്തിയാക്കൽ പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. ഇതെങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയുക. ഏകദേശം ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കിൻ്റെ സ്പേസ് കാരണം. അപ്പം എല്ലാം റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എത്ര എമൗണ്ടാണ് ഉള്ളതെന്ന് പറയാം. 500, 29, 100, 20, 50, 53, 20, 22, 10. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. അപ്പോഴേക്കും നമ്മൾ ആളെ പിടിക്കാം. പണപ്പൂക്കളം 1 മിനിറ്റ് സമയമുള്ളൂ. നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചേട്ടനെ കിട്ടിയിരിക്കുകയാണ്. തുടങ്ങാൻ പോവാം. ഇത് എത്ര പണം ഉണ്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ പറയുകയാണെങ്കിൽ ചേട്ടന് പൈസ. 5500. 5500. ഓക്കെ അല്ലേ? അല്ല, അടുത്തെത്തിയായിരുന്നു. ഒറ്റ മിനിറ്റ് സമയമുണ്ട്. എത്ര പണം ഉണ്ടെന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് 5400. 5400 അല്ല, അതിൽ കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ വിട്ടു. ഒരു വളവിലാണ് നമ്മൾ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര ഓണടിയുടെ ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് ഓണം പൊന്നോണം എന്ന ഒരു പരിപാടി കാണാനിടയായി. അപ്പോൾ നമ്മൾ ചോദിച്ചു സംഘാടകരോട് നമ്മളൊരു പരിപാടി സ്പോൺസർ ചെയ്യട്ടെ എന്ന്. അവർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അവിടുത്തെ സംഘാടകരും നാട്ടുകാരും നല്ല സപ്പോർട്ടാണ് നൽകിയത്. മുക്കള്ളിയിൽ ഒരു ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ JG Proന്റെ പരിപാടിയും നമ്മൾ അതിൻ്റെ കൂടെ നടത്താൻ പോവുകയാണ്. നമ്മുടെ പണപ്പൂക്കളത്തിനായി കുറച്ച് ഫാമിലീസ് വരും. അവരെത്രയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആ പൈസ മൊത്തം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. 1 മിനിറ്റ് കേട്ടോ സമയം. 1 മിനിറ്റ് ഉണ്ട് സമയം. സമയം കഴിയാൻ പോകുന്നു. സമയം ഇപ്പം കഴിയും. സമയം മാറിയുന്നു. ഓക്കെ, എത്രയുണ്ട്? 6000 പറയണം. 1 മിനിറ്റ് അതിനാ സമയം. 7250 ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സമയം തുടങ്ങുകയാണ്. ഓക്കെ, എത്രയുണ്ടെന്ന് പറഞ്ഞു. കലശലായ എണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സഹോദരങ്ങളെ പോലെ ഇപ്പോഴും തോളിൽ കൈയിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം കറക്റ്റ് എത്രയുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആ കാശം കൊടുക്കും. ഇപ്പൊ പണി അങ്ങ് നിർത്തും. 6810. ഓക്കെ, 6810. അല്ല, ഏകദേശം എത്ര? 6810. 6810. ഇനി അടുത്ത ഫാമിലി. കുറച്ചങ്ങ് പുറകോട്ട്.
സംഘാടകർ പ്ലീസ് ഒന്ന് നിങ്ങൾ അവസാനം എല്ലാവരും കാണിക്കും പണപ്പൂക്കളം. ഒരാൾക്കാണേ പറഞ്ഞോളൂ. ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലേ? ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ഒന്നും പറ്റൂല. അത് ശരി, അതെന്താ കഥ? എണ്ണിയത് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യല്ലേ. ആ സമയം കഴിഞ്ഞ് മാറുന്നുള്ളൂ. ഇല്ല ഇപ്പൊ തന്നെ പറയണം. പറഞ്ഞോ 6520. 6520. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കുറച്ച് ബാക്കോട്ട് വെക്കോ, വീഡിയോയിൽ വരാനാ. ഏകദേശം കഴിയാൻ പോവുകയാണ്. എന്നോട് 1 മിനിറ്റിനുള്ളിൽ എമൗണ്ട് പറയണം. സമയം നോക്കിക്കോളൂ. ഡിസ്കസ് ചെയ്ത് പറഞ്ഞോളൂ. എത്ര എമൗണ്ട്? 6520 ആണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 6520. 6520. പണപ്പൂക്കള മത്സരമാണ് നടക്കുന്നത്. എല്ലാവരും കൈയെത്തി പ്രോത്സാഹിപ്പിക്കണേ. നമ്മുടെ നാട്ടിലെ ആട്ടയാണ് 6770. 6777. അയ്യോ സോറി, ഒറ്റ മിനിറ്റ് പോലും എടുത്തില്ല. 6777. 6777. നേരെ കേട്ടോ, നേരെ. ആയില്ല. ആ ഓക്കെ ബാ. ആയോ? 6640. 6640 ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതെ, സംഘാടകൻ തന്നെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. നോക്കാം. അടുത്തതായി ദീപക് പള്ളിക്കുളത്തിൽ ഷിജു എം ആൻഡ് ഫാമിലി റെഡിയായി നിൽക്കണം. കൺഫേം ആയ പറഞ്ഞോ കേട്ടോ. ഏകദേശം ഓക്കെ. 4520. 4520 ഇവിടെ. 4520. 4520. ദീപക് ആൻഡ് ഫാമിലി. അവസാനം കാണിക്കാം. 100 100. 1 2 3 4 5 6 7 8 9 10 3. കലശല എണ്ണലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീപക് ആൻഡ് ഫാമിലി. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് റെഡി ആയിരിക്കുകയാണ്. ഓക്കെ എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 7520. 7520. 7520. വട്ടസമ്മേളനം നടത്തി പൈസ എത്രയുണ്ട് എന്ന് പറയാനുള്ള ഫാമിലിയുടെ ശ്രമമാണ്. കുറച്ച് പുറകോട്ട് നിൽക്കണം, അങ്ങനെ തൊടാൻ പാടില്ല. കുറച്ച് പുറകോട്ട് നിൽക്കുക, വീഡിയോയിലൊക്കെ വരണം. കുറച്ച് ബാക്കോട്ട് നിന്നു, വീഡിയോയിൽ കിട്ടാനാ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ. ഏകദേശം സമയം കഴിയാറാതിരിക്കുകയാണ്. ഏകദേശം ചേച്ചി ബാ. ഓക്കെ. ഇല്ല 6750. ഫസ്റ്റ് ഫൈനൽ പാർട്ടിസിപ്പൻസ് ആണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ജോർജ് ചേട്ടൻ കൊണ്ടുപോകോ എന്ന് നോക്കാം. പയ്യെ മാറിയുന്നു. ഓക്കെ. നോക്കിക്കോ, ഫാമിലി സമേതം പൈസ കൊണ്ടുപോകുക എന്ന് നോക്കാം.
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മക്കളടക്കം ജോർജ് ചേട്ടനടക്കം പൊരിഞ്ഞ എണ്ണലാണ്. കുറച്ച് ബാക്കോട്ട് വെക്കണേ. ജെസ, സാൻവി, മെഹ്റ, ഇത്രയും കുട്ടികൾ എത്രയും പെട്ടെന്ന് ശരി. ആയോ? ഏകദേശം സമയം പോവാണ്. ആയോ? ഏകദേശം 4420. 4420. ഒന്ന് മാറിക്കോ. 4420. 4420 കഴിഞ്ഞ് കറക്റ്റ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണോ? അറിയണം. ഓക്കെ, 5680 രൂപ. 520 ബാക്കിയല്ല 20. ഇതെല്ലാം ചില്ലറ അല്ല 20. 29 100. ഇത് 22 10. 20 10ന്റെ ഇത് തീർത്ത് 20. അത് 20. ഇത് 500. എല്ലാരും കണ്ട ആസ്വദിക്കാണ്. ഒരു മിനിറ്റ് സമയം ഇത് ഞാൻ നേരത്തെ പറയായിരുന്നല്ലേ? ഓ കണ്ടോളൂ. അങ്ങനെ എല്ലാവർക്കും മറ്റൊരു നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം ഇന്ന് വിന്നർക്ക് എനിക്കൊരു ഓണക്കൈനീട്ടം എന്നോളെ കൊടുക്കാൻ സാധിക്കട്ടെ. ഓക്കെ, അപ്പം ഏകദേശം 22ഓളം പേരുകളാണ് എനിക്ക് പ്രാവശ്യം കിട്ടിയത്. കുറേ പേരുകളുണ്ട്. എല്ലാം പ്രാവശ്യവും പങ്കെടുക്കുന്നവർക്ക്, അതായത് സ്ഥിരം സമ്മാനം അടിക്കുന്നവരുമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. അപ്പം എനിക്ക് ഒത്തിരി ആളുകളെ ആവശ്യമുണ്ട് ഇതിൻ്റെ അകത്തേക്ക്. നമ്മുടെ ഈ ചാനൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ എമൗണ്ട് കൂട്ടാനും സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ നറുക്കെടുപ്പ് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ആർക്കാ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, ആരാണ്? ഓക്കെ, ജിസ്ന ഡാർവിൻ. ഓക്കെ, ഞാൻ സൂം ഔട്ട് ചെയ്യാം. ജിസ്ന ഡാർവിൻ ആണ് ഈ ആഴ്ചത്തെ വിജയ്. ഓക്കെ, അപ്പം നമ്മളവരെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്യാഷ് അവർക്ക് കൈമാറുന്നതാണ്.